അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ അൽഹംദുലില്ലാ. പതിവ് പോലെ മക്കളുടെ മദ്രസയിൽ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അയ്യാൻകുട്ടി വല്ല ഉഷാറായിട്ട് ഓടിച്ചാടി നടക്കുന്നൊക്കെ ഉണ്ട്. മക്കൾ റെഡിയാകുന്ന മുൻപ് തന്നെ അയ്യാൻകുട്ടി ആദ്യം തന്നെ റെഡിയാവും കേട്ടോ. അവരുടെ മുമ്പ് തന്നെ അവൻ റെഡിയാവും. കാരണം അവനിക്കിങ്ങനെ റോട്ടിലൂടെ ഓടാനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പടിയൊക്കെ അടച്ച് പൂട്ടുമ്പോഴേക്കും അവൻ ഓട്ടമായി. ഞാൻ അവൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും 2 വീഴ്ച റോട്ടിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, വീഡിയോ എടുത്തത് മതി, അത് അയ്യാൻകുട്ടി വീണു എന്നൊക്കെ അവൻ കിടന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിന് മുൻപുള്ള അംഗൻവാടിയാണിത്. അംഗൻവാടിയൊക്കെ അടുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ അയ്യാൻകുട്ടിക്ക് അമൃതം പൊടി മേടിക്കണമെങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് നടക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ അയാനെ എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ വേഗം പോവുകയാണ്. അപ്പോൾ എന്നെ കണ്ടത് വീണ്ടും അവൻ ഓട്ടം കൂടുതലായി. പിന്നെ നടക്കില്ല കേട്ടോ, അവനിങ്ങനെ ഭയങ്കര ഓട്ടമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൻ വന്നിട്ട് എന്നോട് എടുക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ്. ഈ സമയത്ത് മാത്രം രാവിലെ നേരത്തെ ആയതുകൊണ്ട് കുറച്ച് പകുതി വരെ ഞാൻ പോവുകയുള്ളൂ. എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ അവർ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ആ സമയത്തൊക്കെ റോട്ടിൽ നായ്ക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. മീൻ വണ്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അകത്ത് കയറി വാതിലൊക്കെ അടച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും അത് പെട്ടെന്ന് പോയിട്ടാ. പിന്നെ അത് വേറൊരു ഭാഗത്തൂടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അത് നോക്കി വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് പിന്നെ ഞാനും അയ്യാൻകുട്ടി പിന്നെ അവിടെ പോയി പിന്നെ മീൻ മേടിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഡോറൊന്ന് അടയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഡോർ അടയ്ക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് ഡോറിങ്ങനെ അടയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും വണ്ടി അങ്ങനെ പാസ് ചെയ്തു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇവിടെ ഇങ്ങനെ ഞാൻ ഓണാക്കി അതിന് മുൻപ് തന്നെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇന്ന് രാവിലെ വെള്ളപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പവും ചട്നിയൊക്കെ ആയിരുന്നു. അതൊന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ടൊക്കെ വരികയാണ്. കൊഴുവ മീനാണ് കേട്ടോ. ചിലവർ ഞത്തോലി എന്നും പറയും. അപ്പോൾ ഞങ്ങളുടെ ആ ഭാഗത്ത് ഇതിന് കൊഴുവ എന്നാണ് പറയുക. 1 കിലോ മേടിച്ചു. അപ്പോൾ അയ്യാൻകുട്ടി എൻ്റെ പേഴ്സൊക്കെ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. മീൻ കവറും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കേട്ടോ. 2 കയ്യിൽ ഓരോന്ന് പിടിക്കാൻ. പിന്നെ അതൊന്നും തരില്ല എന്ന് പറഞ്ഞ് ഞാൻ മീൻ കടിക്കും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് ഒഴിവാക്കി. അപ്പോൾ അവൻ ആ ബാഗും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഇങ്ങനെ വീശിയിട്ടാണ് ആളിങ്ങനെ പോകുന്നത് തന്നെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആൾക്ക് ഭയങ്കര ഉഷാറായിട്ടാണ്. കാരണം ഏത് സമയം വണ്ടിയും റോട്ടിലൂടെ വണ്ടികൾ പോകുന്നതും എല്ലാം കൂടി കാണുമ്പോൾ അവന് വലിയ ഉഷാറാണ്, നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പോൾ തിരുമ്പാൻ തുണികളൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വേഗം ഞാൻ തുണി കഴുകിയിടലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും പിന്നെ നല്ലൊരു അടിപൊളി മഴ പെയ്തു. പിന്നെ കുട്ടികൾ വരാൻ കുറച്ച് വൈകി. കുട കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. കുടയൊക്കെ ആകെ കേട് വന്ന് കിടക്കുകയാണെങ്കിൽ കുടയൊക്കെ നേരാക്കണം, അല്ലെങ്കിൽ പുതിയ കുട മേടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉസ്താദിനെ വിളിച്ച് പറഞ്ഞു, മക്കളിനെ ഇപ്പോൾ വിടല്ലേ, മഴ തോർന്നിട്ട് വിട്ടാൽ മതി എന്നൊക്കെ കേട്ടോ. പിന്നെ മഴ തോർന്നിട്ട് തന്നെയാണ് 2 പേരും വന്നത്. അപ്പോൾ അയ്യാൻകുട്ടിക്ക് ഒരു വെള്ളപ്പൊക്കെ ചുട്ട് ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പം ഉണ്ടാക്കുന്നത് ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. രാവിലത്തെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് ഉച്ചക്കലേക്കുള്ളതാണ്. അപ്പോൾ ഞാനിത് അരി അടുപ്പത്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അത് വെള്ള അരിയാണ്. അപ്പോൾ ഇനി ചോറ് വാർത്തതിന് ശേഷമേ ഞാൻ മീൻ നേരാക്കാൻ നിൽക്കുള്ളൂ. കാരണം 2 തിള തിളയ്ക്കുമ്പോഴേക്കും ഇത് വേകുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ മീനിനുള്ള അരപ്പൊക്കെ ഒന്ന് അരച്ച് വെക്കണം. തേങ്ങയൊക്കെ അത് അരച്ച് വെക്കണം. ചില്ലറ പണികളൊക്കെ അടുക്കളയിൽ വേഗം ഒതുക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം തേങ്ങ അരച്ച് വെക്കണം. കാരണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് പെട്ടെന്ന് പോയാൽ ആകെ പണി കിട്ടുമല്ലോ. അങ്ങനെ അപ്പോഴേക്കും ആദിൽ മദ്രസ വിട്ട് വന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു, അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഉമ്മാക്ക് പൊട്ടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ ഉമ്മ കറിവേപ്പിലിൻ്റെ കൂടെ തന്നെ കുറച്ച് മുരിങ്ങക്കായി, നല്ല നാടൻ മുരിങ്ങക്കായും കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണാൻ വന്നിട്ടുണ്ട്. അവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക്. അപ്പോൾ അതിനും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുടംപുളി ഇട്ടിട്ട് മീൻകറി വെക്കാനാണ് കേട്ടോ.
അപ്പോൾ കുറച്ച് ഇതാ കുടംപുളി, ഇതൊക്കെ ഞാൻ കുറേ ആയിട്ട് അതൊക്കെ നല്ലോണം ഉണക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് മേടിച്ചതൊന്നുമല്ല, ഞങ്ങൾ കുറച്ച് മുൻപ് വേറൊരു വീട്ടിൽ താമസിച്ചിരുന്നു. അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ കുടംപുളി മരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാനൊക്കെ പെറുക്കി കഴുകി വൃത്തിയാക്കി വാർപ്പിൻ്റെ മേലെ ഇട്ട് ഉണക്കി നല്ലപോലെ ഉണക്കി വെച്ചതാണ്. ഒരു കേടും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അതായത് ഈ കൊറോണൻ്റെയൊക്കെ മുൻപാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചത്. ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കുടംപുളി എടുക്കും, അല്ലെങ്കിൽ പിന്നെ വാളംപുളി തന്നെയാണ് എടുക്കുക. അങ്ങനെ ഞാൻ എന്താ പിന്നെ തേങ്ങയൊക്കെ ആദ്യം തന്നെ ചിരകി അരച്ച് വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഒരു പണി മാത്രമാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാത്ത പണി, തേങ്ങ ചിരവണ പണി. അതാ പിന്നെ ആ തേങ്ങ ചിരവണയിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം, ഇത്തിരി ചെറിയുള്ളി ഇട്ടാ. അപ്പോൾ മീൻകറി വെക്കാൻ അറിയാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനൊന്ന് വ്യക്തമായി എടുത്തതും പറയണതൊക്കെ. എന്നിട്ട് ഇതെല്ലാം കൂടി കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി എടുക്കുക. എന്നിട്ട് ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് ഫൈനായിട്ടൊന്നും അങ്ങോട്ട് അരയണ്ട, അരയണം എന്നാലും ഒരുപാട് ഫൈനായിട്ട് അരയണ്ട കേട്ടോ. അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കഴുകിയ തുണികളൊന്നും ഞാൻ പുറത്തിട്ടിരുന്നില്ല മഴയായത് കാരണം. അപ്പോൾ ഞാൻ ആ തുണികളൊക്കെ ഇതിനകത്തൊരു ഈ ഷീറ്റിൻ്റെ അകത്തൊരു അയൽ കെട്ടിയിരുന്നു. അപ്പോൾ അവിടെ തുണികളൊക്കെ ഒന്ന് വേഗം ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ടാണ് പിന്നെ ഞാൻ മീൻ നേരാക്കാനിരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ചോറ് വാർക്കുകയും കൂടെ ചെയ്തിരുന്നു കേട്ടോ. ചോറ് ഊറ്റിയിട്ടാണ് പിന്നെ ഞാൻ എന്താ മീൻ നേരാക്കായിരുന്നത്. അപ്പോൾ ഈ കൊഴുവ മീൻ പറഞ്ഞാൽ മെല്ലെ ആവുള്ളൂ നേരാക്കലൊക്കെ. ഞാൻ പിന്നെ ഇത് കത്തിയൊന്നും കൈ കൊണ്ട് തന്നെയാണ് ഞാൻ നേരാക്കുന്നത്. നമ്മൾ ചെമ്മീൻ നേരാക്കില്ലേ, തലയും വാലൊക്കെ നുള്ളിയെടുക്കുന്നത് പോലെ കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഉരത്തി കഴുകുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ മീൻ നേരാക്കലെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാ കറിക്കുള്ള മീൻ ആ കറിച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടങ്ങളിലൊക്കെ മീൻ കറി വെക്കുക പറഞ്ഞാൽ നല്ലോണം ചെറിയുള്ളിയും പച്ചമുളകും ഉലുവയിലൊക്കെ എണ്ണയൊഴിച്ച് ഉലുവയിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ടൊക്കെയാണ് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല, ഞാനധികം ഇങ്ങനെ തന്നെയാണ് മീൻ കറി വെക്കുക. ഇതെൻ്റെ ഇക്കാൻ്റെ ഉമ്മ പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ ഇങ്ങനെ വെക്കാൻ. അതിനുശേഷം എനിക്ക് ഇങ്ങനെ വെക്കുന്നത് ഒരു ഈസി പണിയായിട്ട് നല്ല ടേസ്റ്റുള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ മീനിട്ട് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു, മാങ്ങ ഇട്ട് കൊടുത്തു, ഒരു മുറി മാങ്ങ, പിന്നെ മുരിങ്ങക്കായ ഇട്ടാൽ. അപ്പോൾ മുരിങ്ങക്കായിട്ട് മീൻ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കും. അടിപൊളി ടേസ്റ്റാണ്. ചെറിയ മീനിലൊക്കെ ഇട്ട് വെച്ച അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ചെമ്മീനിലൊക്കെ മുരിങ്ങക്കായ ഇട്ട് വെക്കില്ല, പച്ച ചെമ്മീനിൽ മുരിങ്ങക്കായ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെക്കില്ല, അതേപോലെ തന്നെയാണ് ചൂരമീനിൽ മുരിങ്ങക്കായ ഇട്ട് വെക്കും. അതുപോലെ ഇതിലും മുരിങ്ങക്കായ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് കേട്ടോ. എന്നിട്ട് ആ കുടംപുളി വെള്ളം, ആ വെള്ളത്തോടെ തന്നെ പുളിയും വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിലങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലപോലെ തിരുമ്പി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം നമ്മൾ വാളംപുളി ഇട്ടിട്ടാണ് കറി വെക്കണമെങ്കിൽ ആ പുളി പിഴിയുന്ന കുറച്ച് കൊഴുപ്പൊക്കെ ആയിട്ട് കറിക്ക് ഒരിത്തിരി കൊഴുപ്പുണ്ടാവും. കുടംപുളി ആകുമ്പോൾ പിന്നെ അത്ര കൊഴുപ്പ് അങ്ങോട്ട് കിട്ടില്ല കേട്ടോ. നമ്മളിതിങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യണത് കേട്ടോ. അപ്പോൾ പുളിൻ്റെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ കുടംപുളി ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കുന്നത് കേട്ടോ. അപ്പം നമുക്കൊന്ന് കറിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഒരു പുളിൻ്റെ ഒരു അളവൊക്കെ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ പുളി പോരെങ്കിൽ നമുക്ക് 2 കഷ്ണം കുടംപുളി ഒന്ന് ഇട്ട് കൊടുത്താലും മതി. പിന്നെ കറിയൊക്കെ ആയതിന് ശേഷം ആ കുടംപുളിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഓവർ പുളിയൊന്നും ആവില്ല. പിന്നെ പൊരിക്കാനുള്ള മീനൊക്കെ ഞാൻ ഉപ്പും മുളകൊക്കെ തേച്ച് കായം പറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാനാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് പൊരിക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുള്ളൂ. പിന്നെ അങ്ങനെ മീൻ കറിയൊക്കെ ആയി. അപ്പോൾ കറി ഒന്ന് തൂമിച്ചെടുക്കുകയാണ്, അതായത് താളിക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. എന്നാലും നമ്മൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു വോയിസ് കൊടുക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അത് ഞാനിതാ പിന്നെ വേറെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് മീനും കൂടെ വേഗം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം പൊരിച്ചെടുക്കണതാണ് അവിടെ കുട്ടികൾക്ക് ഇഷ്ടം. ഇക്കാണെങ്കിൽ ഒരുപാട് മീൻ മൊരിയാനും പാടില്ല, കുട്ടികൾക്കാണെങ്കിൽ നല്ലോണം മുരിഞ്ഞും കിട്ടണം കേട്ടോ. എനിക്ക് പിന്നെ രണ്ടും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.